ഭയങ്കര വേദന. അമ്മ 4 മാസമായി ഞാൻ മര്യാദക്കൊന്ന് ഉറങ്ങിയിട്ട്. എന്റെ കുട്ടികളെ ഓർത്ത് സഹായിക്കണേ. ലിവർ മാറ്റി വെക്കണം എന്നാ പറഞ്ഞത്. 3 മാസത്തിനുള്ളിൽ മാറ്റി വെച്ചിട്ടില്ലേ ഇക്കാനെ ഞങ്ങൾക്ക് കിട്ടൂല. മോൻ മരിച്ചിട്ട് ഇപ്പൊ 4 മാസമായിട്ടുള്ളു. അതിന്റെ സങ്കടം ഞങ്ങൾക്ക് ഇപ്പൊ മാറിയിട്ടില്ല. ഇനി ഇക്കയും കൂടെ പോയാല് എന്റെ ചെറിയ ഒരു 1.5 വയസ്സ് കുഞ്ഞ് ഇവിടെ അടുത്ത് മരിച്ചുപോയി. അതുപോലെ എന്റെ ജ്യേഷ്ഠന് അവന് കരരോഗം വന്നിട്ട് അവനും മരിച്ചുപോയി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ് വളരെ എമർജൻസി ആയിട്ട് മലപ്പുറം കൊണ്ടോട്ടിയിലെ കീശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തെ അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം. ഇനി ഒരാഴ്ച മാത്രമാണ് ഇദ്ദേഹത്തിന്റെ കരള് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിലുള്ളത്. ശരീരം മുഴുവൻ നീരെടുത്ത് വയറൊക്കെ വീർത്ത് പൊട്ടാറായിട്ട് 4 മാസമായിട്ട് അതിന്റെ കഠിനമായ വേദനയിൽ ഒന്നുറങ്ങാൻ പോലും കഴിയാതെ കിടന്ന് പിടയുന്ന ഒരു മനുഷ്യന് ഡോക്ടർമാര് കൊടുത്തിട്ടുള്ള കരള് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഇനി വെറും ഒരാഴ്ച. ആ 2 കുഞ്ഞു മക്കളെ ഓർത്തിട്ടെങ്കിലും ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഇദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം. ഇതേ രോഗം ബാധിച്ചിട്ടാണ് ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടത്. 1.5 വയസ്സുള്ള ഇദ്ദേഹത്തിന്റെ കുഞ്ഞ് ബക്കറ്റും വെള്ളത്തിൽ വീണിട്ട് 4 മാസം മുൻപാണ് മരണപ്പെട്ടത്. അത്രത്തോളം പ്രയാസങ്ങൾ നേരിടുന്ന ഒരു കുടുംബമാണ്. പെട്ടി ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരാളും സഹായിക്കാനില്ലാത്തൊരു സാഹചര്യത്തിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ ഓർത്തിട്ട് ഈ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ആ കുഞ്ഞു മക്കളെ ഓർത്തിട്ടെങ്കിലും നിങ്ങൾ സഹായിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ പേര് അബ്ദുള്ള മൗലവി. ഞാൻ ഈ മഹല്ലത്തിലെ മഅദനുൽ മദ്രസയിലെ ഒരു സദർ ഉസ്താദാണ്. എൻ്റെ ഒരു ശിഷ്യൻ കൂടിയായിരുന്നു ഈ രോഗിയായിട്ടുള്ള അബ്ദുൽ ഗഫൂർ. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ നിത്യജീവിതത്തിന് പോലും വകയില്ലാത്ത ഒരു കുടുംബത്തിലെ അംഗമാണ്. ഇദ്ദേഹത്തിന്റെ ഒരു ജ്യേഷ്ഠൻ ഈ അടുത്ത് മരണപ്പെട്ടു പോയി. ആ ജ്യേഷ്ഠനായിരുന്നു ഈ കുടുംബത്തിലെ അത്താണി. ഇനി ആരും തന്നെ ഇല്ല. ഇനി ഇവന്റെ ഒരു ജ്യേഷ്ഠൻ സുഖമില്ലാത്ത ഒരാളാണ്. അതേപോലെ തന്നെ ഭാര്യയും കുട്ടികളൊക്കെ ഉൾക്കൊള്ളുന്ന വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ നാട് ഒന്നിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കും. ഞാൻ അലവിക്കുട്ടി, കുഴിമണ്ണ പഞ്ചായത്തിലെ 3-ാം വാർഡ് മെമ്പറാണ്. എൻ്റെ വാർഡിൽ താമസിക്കുന്ന വട്ടോളി അബ്ദുൽ ഗഫൂർ എന്നവരുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ളൊരു ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ എല്ലാവരും, ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരും ഈ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. വളരെ പ്രയാസപ്പെട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഇതേ അസുഖം വന്ന് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ കുറച്ച് ദിവസം മുമ്പ് മരണപ്പെട്ടു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടി ഈ ഇതിൻ്റെ ഇടയിൽ മരണപ്പെട്ടു പോയി. ഈ വിഷമങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഭീമമായൊരു സംഖ്യ ഈ ചികിത്സക്ക് ആവശ്യമുണ്ട്. വേണ്ട എല്ലാവരും, ഈ വോയിസ് കേൾക്കുന്ന വീഡിയോ കാണുന്ന എല്ലാവരും വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ ഈ 3-ാം വാർഡിലെ വട്ടോളി ഗഫൂറിൻ്റെ ഒരു ജ്യേഷ്ഠനാണ്. അവൻ്റെ കുടുംബപരമായിട്ട് ആ കുടുംബത്തിനെ പോറ്റാനുള്ളത് അവനൊരു കുടിസിൻ്റെ ഒരു ജീവിതമായിരുന്നു. ഏകദേശം 8 ആൾ കൂടുന്ന ഒരു കുടുംബമാണ് അവൻ ജീവിക്കുന്നത്. ഇപ്പോൾ 6 മാസത്തോളമായിട്ട് ഈ നാട്ടുകാരുടെ ചെലവിലാണ് അവൻ ജീവിക്കുന്നത്. ഇതിലിടയ്ക്ക് 8-ഓ 10-ഓ പ്രാവശ്യം പിന്നെ കോളേജിൽ അവനെ അഡ്മിറ്റ് ആക്കുകയും ഡിസ്ചാർജ് ആക്കുകയും ചെയ്ത് ആ ഇടയിലാണ് അവനൊരു കുട്ടി ബക്കറ്റിൽ വീണ് മരിച്ചത്. അവൻ്റെ ജ്യേഷ്ഠൻ്റെ മരണവും അവൻ്റെ ഈ കുട്ടിയുടെ മരണവുമായിട്ട് അവൻ വളരെ വിഷമത്തിലാണ്. ഇപ്പോൾ അവന് ശ്വാസം കിട്ടാത്തതിൻ്റെ പേരിൽ 2-ഓ 3-ഓ പ്രാവശ്യം അവന് നീര് കുത്തിയെടുത്തിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ജീവിതം കഴിയുന്നത്. അവനാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും 2 ലിറ്റർ 3 ലിറ്റർ നീര് കുത്തിയെടുത്തെങ്കിലേ അവൻ ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും അള്ളാഹുവിൻ്റെ വജീഹിനെ വിചാരിച്ചുകൊണ്ട് ആ കുടുംബത്തെ നിങ്ങൾ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാൻ ഈ നാട്ടുകാരനാണ്. വട്ടോളി ഗഫൂറിൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തിലേക്ക് ഈ സോക്കോട് പിടിവിട്ടിട്ട് വളരെ വിഷമത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഇതുപോലത്തെ സോക്കോട് പിടിവിട്ട് മരണപ്പെട്ടു പോയി. ജ്യേഷ്ഠൻ്റെ 5 ഒരു കുട്ടിയും മരണപ്പെട്ടു പോയി. എങ്കിലും വളരെ ക്ഷീണിതനായിക്കൊണ്ടാണ് ജീവിക്കുന്നത്. ഈ നാട്ടുകാരാണെങ്കിൽ വലിയ കൈകാര്യമൊന്നുമല്ല. എന്നിരുന്നാലും എല്ലാവരും ഒത്തൊരുമിച്ച് ജീവിക്കുന്ന കൂട്ടരാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിചാരിച്ചുകൊണ്ട് അവരെ ഈ കേൾക്കുന്ന ഇതെല്ലാവരും സഹായിക്കണമെന്ന് ഞാൻ ദീനിൽ അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ മുണ്ടമ്പറമ്പ് പാറമ്മൽ മഹല്ലി സെക്രട്ടറിയാണ്. എൻ്റെ പേര് മുഹമ്മദ് ടി എന്നാണ്.
ഈ പാവപ്പെട്ട ഈ വട്ടോളി ഗഫൂറിന് വേണ്ടി 40 ലക്ഷത്തോളം രൂപയുടെ വലിയൊരു സംഖ്യ നമ്മൾക്ക് അവൻ്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ആവശ്യമായിട്ടുണ്ട്. അതിനുവേണ്ടി എല്ലാവരും വളരെ ആവേശത്തോടു കൂടി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ MP ഷെരീഫ് ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ. എൻ്റെ ഡിവിഷനിൽപ്പെട്ട കുഴിമണ്ണ പഞ്ചായത്തിലെ 3-ാം വാർഡ് താമസിക്കുന്ന വട്ടോളി ഗഫൂർ ഗുരുതരമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുകയാണ്. ഗഫൂറിൻ്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ കരൾ മാറ്റിവെക്കേണ്ടതുണ്ട്. ഏകദേശം 40 ലക്ഷം രൂപ ചെലവ് വരുന്ന ഈ ശസ്ത്രക്രിയക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചിലവ് വഹിക്കാൻ ഈ സാമ്പത്തികമായി പ്രയാസം അനുഭവപ്പെടുന്ന ഗഫൂറിൻ്റെ കുടുംബത്തിന് സാധിക്കില്ല. വിധവകളായ സഹോദരിമാരടക്കം ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ ഗഫൂറിനെ സഹായിക്കാൻ അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉമ്മമാരും അമ്മമാരും സഹോദരിമാരും അടക്കം എല്ലാവരും ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ സഹോദരൻ്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ സഹായങ്ങൾ, നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, മുണ്ടമ്പറമ്പ് പാറമ്മൽ മഹല്ല് ഖത്തീബാണ് ഞാൻ. വളരെ പാവപ്പെട്ട ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഗുഡ്സ് ഓടിച്ചുകൊണ്ട് ആണ് ആ പ്രിയപ്പെട്ട സഹോദരൻ തൻ്റെ കുടുംബം പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ അലവിക്കുഞ്ഞാൻ എന്ന പ്രിയപ്പെട്ടവർ ഇതേ രോഗം ബാധിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുമോനെ ബക്കറ്റിൽ വീണുകൊണ്ട് മരണപ്പെട്ടതും ഈ അടുത്ത് തന്നെയാണ്. ഇതെല്ലാം മാനസികമായി തളർത്തുന്നതോടൊപ്പം തന്നെ സാമ്പത്തികമായും വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരനാണ് പ്രിയപ്പെട്ട അബ്ദുൽ ഗഫൂർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ കൈനീട്ടുകയാണ്. നിങ്ങൾ ആരും ഇത് തട്ടിക്കളയരുതേ എന്ന് വളരെ വിനയത്തോടുകൂടെ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകണം. പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരൻ്റെ ജീവൻ രക്ഷപ്പെടുത്തി തരണം. ആ കുടുംബത്തിന് താങ്ങും തണലുമായി ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരൻ മാറണം. അതിനാവശ്യമായ ചികിത്സയുമായി കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം, അത് ചെറുതെങ്കിലും ഒരു സംഖ്യ തന്നുകൊണ്ട് ഈ വിഷയത്തിൽ സഹായിക്കണമെന്ന് മഹല്ലത്തിന് വേണ്ടി ആ പ്രിയപ്പെട്ട സഹോദരനും കുടുംബത്തിനും വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ താമസിക്കുന്ന വട്ടോളി ഗഫൂർ എന്ന സഹോദരന് കരൾ മാറ്റം നടത്തേണ്ടത് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. 40 ലക്ഷത്തോളം രൂപ ആവശ്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെല്ലാവരും ഈ സഹോദരനെ സഹായിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ അധികം സംസാരിക്കുന്നില്ല. എല്ലാവരും ഈ സഹോദരൻ്റെ രോഗത്തിന് മുക്തി നേടണമെന്ന് പ്രാർത്ഥിക്കുക. എല്ലാ അവസരത്തിലും എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും കൂടി വേണം എന്നാണ് എനിക്ക് പറയാൻ. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി, കീഴ്ശ്ശേരി, മുണ്ടമ്പറമ്പിലുള്ള വട്ടോളി അബ്ദുൽ ഗഫൂറിന് വേണ്ടിയിട്ട് ഒരു നാട് മുഴുവൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുക. ഈ നാട്ടിലെ ജനപ്രതിനിധികള്, മഹല്ല് ഭാരവാഹികള്, കുഞ്ഞുമക്കളടക്കം അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി 40 ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കരള് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുക. വട്ടോളി ഗഫൂർ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫിന്റെയും ഗഫൂറിന്റെയും പേരിലുള്ള ഗൂഗിൾ പേയും പേടിഎമ്മും ഫോൺ പേയും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും, നാട്ടിലുള്ളവരും പ്രവാസികളും എല്ലാവരും അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഈ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് 40 ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.